കെ ബി ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ഗതാഗത വകുപ്പിൽ നടത്തിയ കൂട്ടസ്ഥലമാറ്റം മരവിപ്പിച്ചു. ആന്റണി രാജു രാജിവെച്ച് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുൻപാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് സ്ഥലമാറ്റ ഉത്തരവ് പുറത്തിറക്കിയത്. മന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഉത്തരവ് മരവിപ്പിക്കുകയുമായിരുന്നു. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ. അഖിൽ, എന്താണ് രാജിവെക്കുന്നതിൻ്റെയും സത്യപ്രതിജ്ഞയ്ക്കും തൊട്ട് മുൻപുള്ള കുറച്ച് സമയത്തിൽ 57 പേരെ കൂട്ടസ്ഥലമാറ്റം എന്ന് പറയുന്നതിൽ ഒരു അസാധാരണത്വമുണ്ട്. എന്താണ്? ഹഷ്മി, ഈ പുതിയ മന്ത്രിമാര് വരുന്നതിന് മുമ്പ്, അതായത് തൊട്ട് മുമ്പാണ് ഇത്തരത്തിൽ 57 പേർക്ക് ഗതാഗത വകുപ്പിൽ ഒരു സ്ഥലം മാറ്റം ഉണ്ടായി. ഇതിനിപ്പോൾ ഒരു 18 RTOമാർക്ക് സ്ഥാനക്കയറ്റവും ഉണ്ടായിരുന്നു. അതിൽ ഈ 57 പേർക്ക് വന്ന സ്ഥലം മാറ്റം, അതാണ് ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ മരവിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ മന്ത്രി സത്യപ്രതിജ്ഞയിൽ അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിനുശേഷം ഈ മന്ത്രി ഈ സ്ഥാനം ഏറ്റെടുത്ത് അതിന് പിന്നാലെ തന്നെ മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുന്നു. ഈ 57 പേരുടെ സ്ഥലം മാറ്റവും ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഈ നേരത്തെ തന്നെ ഈ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് ചില സ്ഥലമാറ്റങ്ങൾ, കൂട്ടസ്ഥലമാറ്റങ്ങളിൽ ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിവാദങ്ങൾക്ക് പിന്നാലെ ഈ തരത്തിൽ മരവിപ്പിക്കുന്ന ഒരു നടപടി നേരത്തെ ആന്റണി രാജുവിന്റെ കാലത്തും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 57 പേരുടെ സ്ഥലം മാറ്റം മന്ത്രി കെ ബി ഗണേഷ് കുമാർ മരവിപ്പിച്ചിരിക്കുന്നത്. അല്ല, എന്തുകൊണ്ടാണ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ആ സമയത്ത് 57 പേരുടെ കൂട്ടസ്ഥലമാറ്റത്തിന്റെ പശ്ചാത്തലം എന്താണ് അഖിൽ? ഹഷ്മി, നിലവിൽ ഈ ഉത്തരവ് പിൻവലിച്ചിട്ടില്ല. അത് മരവിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് മന്ത്രി നൽകിയിരുന്നത്. നേരത്തെ ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിചിത്രമായ മാനദണ്ഡങ്ങളോടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. അതിന്റെ ഘട്ടത്തിൽ ഇത് ചോദ്യം ചെയ്ത ചില ഉദ്യോഗസ്ഥർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉൾപ്പെടെ സമീപിച്ചിരുന്നു. ഇതോടെയാണ് അന്ന് ആ ഉത്തരവ് മരവിപ്പിക്കുന്നത്. പിന്നാലെ ഇറക്കിയ സ്ഥലമാറ്റ ഉത്തരവിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഒഴിയുകയായിരുന്നു എന്നുള്ള ചില പ്രശ്നങ്ങളും ചില പ്രതിഷേധങ്ങളും ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു. അതേ പോലുള്ള ഒരു സ്ഥലമാറ്റമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതിൽ 57 പേരുടെ കൂട്ട സ്ഥലമാറ്റം, അതിലും ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അഖിൽ ഷാ അൻസാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 57 പേർക്കാണ് മന്ത്രി ആന്റണി രാജു രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ കൂട്ടസ്ഥലമാറ്റം ഉണ്ടായത്. പുതിയ മന്ത്രി ആ സ്ഥലം മാറ്റത്തെ മരവിപ്പിക്കുകയും ചെയ്തു. മരവിപ്പിക്കലാണ്, അത് റദ്ദാക്കലല്ല. കുറച്ചുകൂടി വ്യക്തത വരട്ടെ.